നമസ്കാരം. എല്ലാ ദർശന TV പ്രേക്ഷകർക്കും സഫലമി യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് സഫലമി യാത്രയോടൊപ്പം പങ്കുചേരുന്നത് ഇന്ത്യൻ ജനതയുടെ അഭിമാനമായ ഇന്ത്യൻ കായിക ലോകത്തെ വലിയൊരു മുതൽക്കൂട്ടായ പ്രതിഭയാണ് 2016 ദ്രോണാചാര്യ പുരസ്കാരം കരസ്ഥമാക്കിയ നീന്തൽ പരിശീലകനായ എസ് പ്രദീപ് കുമാർ സാറാണ്. കഴിഞ്ഞ 32 വർഷമായി അദ്ദേഹം ഈ പരിശീലന രംഗത്തുണ്ട്. കഴിഞ്ഞ 16 വർഷമായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോച്ച് പദവി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് UAE 4 വർഷത്തിലേറെയായി അദ്ദേഹം പ്രവാസിയാണ്. ദുബായിലെ അക്വാനേഷൻ സ്പോർട്സ് അക്കാദമിയെ CEO കം ഹെഡ് കോച്ചാണ് ഇന്ന് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ചും അൻസ എന്ന അക്കാദമിയെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അതിനു മുൻപേ പ്രദീപ് കുമാർ സാറിനെ ഞാൻ സഫലമി യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. സാർ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ട്രിവാൻഡ്രത്ത് എവിടെയാണ് നാട്? എൻ്റെ നാട് പാലോട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ജസ്റ്റ് എ റിമോട്ട് വില്ലേജ്. അത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മലയോര ഗ്രാമമാണ്. ഞങ്ങളുടെ അവിടെ ഒരു ചെറിയ ക്ഷേത്രക്കുളത്തിലാണ് നീന്തൽ തുടങ്ങിയത്. ഇന്ന് അതിപ്പോൾ ഒരു വലിയ ഒരു 50 മീറ്റർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പൂൾ ആ വില്ലേജിലുണ്ട്. ആക്ച്വലി അപ്രോച്ച് റോഡില്ല, പക്ഷെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇപ്പോൾ ആ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും. എങ്ങനെയാണ് നീന്തൽ സാറിന്റെ ജീവിത ഭാഗമായി മാറുന്നത്? എങ്ങനെയായിരുന്നു ഈ ഒരു നീന്തലിലേക്കുള്ള പ്രവേശനം? ഞങ്ങളുടെ നാട്ടിൽ ഈ ക്ഷേത്രക്കുളത്തിൽ ഒരു 1977 നീന്തൽ തുടങ്ങുന്നത്. എമർജൻസിയെ കഴിഞ്ഞു വരുന്ന ഒരു സമയത്ത് കുറച്ച് സ്കൂൾ അധ്യാപകരാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അന്ന് ഉണ്ടായിരുന്ന കുറച്ച് മുതിർന്ന ആൾക്കാർ അതിന് പ്രാക്ടീസ് തുടങ്ങാൻ തുടങ്ങി. അപ്പം ഞാനെല്ലാം ഒരു 11-12 വയസ്സാകുമ്പോഴാണ് നീന്തൽ തുടങ്ങുന്നത്. സോ ഈ കുളത്തിൽ തന്നെ നീന്തൽ തുടങ്ങുക. അപ്പോൾ ഒക്കേഷണലി ഞങ്ങളുടെ ഈ അവിടെ കോച്ചിങ് കൊടുക്കാനായിട്ട് ട്രിവാൻഡ്രം സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കോച്ചസ് വരുമായിരുന്നു. പക്ഷേ അവർ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം വന്നു പോകും. അപ്പം അന്നുണ്ടായിരുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന നീന്തൽക്കാർ ആ ജോലി ഏറ്റെടുക്കും കോച്ചസ് ഇല്ലാത്ത സമയത്ത്. അങ്ങനെ ആയിരുന്നു ഞാനും. പിന്നെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു, നീന്തൽ ക്ലബ്ബ്. ആ ക്ലബിൻ്റെ ഓഫീസ് ബെയറായി, സെക്രട്ടറി ആയി പ്രവർത്തിച്ചു. അങ്ങനെ നമ്മൾ ആ നീന്തൽ പരിശീലനം ഒരു 14 വയസ്സിൽ തന്നെ കുട്ടികൾക്ക് മറ്റുള്ളവർ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ തന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതൊരു ഏകദേശം ഒരു 77 മുതൽ 83 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടിയൊക്കെ സഹായിക്കാനായിട്ടുള്ള ഇത് ചെയ്തിരുന്നു. അപ്പോൾ 83 പിന്നെ ഞാൻ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് എനിക്ക് സ്പോർട്സ് ഹോസ്റ്റലോട് സെലക്ഷനായി നാട്ടിൽ നിന്ന് മാറി കോട്ടയത്ത് പാലായിൽ പഠിക്കാൻ വേണ്ടി പോയി. ആ സമയം വരെ അവിടെ തന്നെയാണ് ഞാൻ തന്നെയാണ് അവർക്ക് പ്രാക്ടീസ് കൊടുത്തത്. അപ്പോൾ ആ ഒരു കോച്ചാവാനുള്ളൊരു വ്യഗ്രത മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും. സാർ പറഞ്ഞിരുന്നു ഡിഗ്രി പെർസ്യൂ ചെയ്യുന്ന സമയത്ത് പോലും ഇതിനോടായിരുന്നു കൂടുതൽ പാഷൻ, നീന്തൽ. അങ്ങനെ പിന്നീട് ഏതൊരു ടൈമിലാണ്, ഏതൊരു പോയിന്റിലാണ് ഇതാണ് എൻ്റെ കരിയർ എന്ന് സാർ തീരുമാനിക്കുന്നത്? അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാ. ആക്ച്വലി അങ്ങനെ ഒരു പാഷൻ, കോച്ചിങ് എന്നുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രഷറൈസ്ഡ് വർക്കാണ്. കാരണം ഞാനിപ്പോൾ ഡിഗ്രി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഡിഗ്രി ചെയ്ത് എൻ്റെ റിസൾട്ട് വരുന്നുമ്പേ ഞാൻ ഈ കോഴ്സ് ചെയ്യാനായിട്ട് ഞാൻ പട്യാലയ്ക്ക് പോയി. ഞങ്ങൾ 86 മേയിൽ കഴിയുന്നു. ഞാൻ 86 മേയിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് ഞങ്ങൾ പോയത് നീന്താൻ വേണ്ടി പോയതാണ്. അതാണ് സ്പോർട്സ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വർഷം ഞങ്ങൾ നീന്തുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പം പരീക്ഷ എഴുതി കഴിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ അവിടെ ഒരു 10 ദിവസം നിന്നിട്ടുള്ളൂ. അതിനിടയ്ക്ക് എനിക്ക് ഇന്റർവ്യൂവിൻ്റെ കാർഡ് വന്ന് ഞാൻ അത് പട്യാലയിലായിരുന്നു. സോ കോഴ്സ് കഴിഞ്ഞ് വന്നു. എനിക്ക് ഈ കോച്ചിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള കുറച്ച് സമയമെടുത്തു. ആ സമയത്ത് നാട്ടിൽ വീണ്ടും കോച്ചിങ് തുടങ്ങി, അവിടെ കുട്ടിയൊക്കെ സഹായിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാട്ടിൽ തന്നെ, ട്രിവാൻഡ്രത്ത് തന്നെ. സോ യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. ആ സമയത്താണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു ഇൻവൈറ്റ് വരുന്നത്. അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നത് ഗവൺമെൻറ് പോസ്റ്റ് അല്ലായിരുന്നു, പ്രൈവറ്റ് പോസ്റ്റായിരുന്നു. ഞാനവിടെ ജോയിൻ ചെയ്തൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് വന്നു. പക്ഷേ ഞാനത് ജോയിൻ ചെയ്തില്ല, ഗവൺമെൻറ്റിൽ അന്ന് ജോയിൻ ചെയ്തില്ല. ഇത് 87 ഏപ്രിൽ മെയ്യുടെ കാര്യമാണ് പറയുന്നത്. സോ ഞാൻ അവിടെ തന്നെ പ്രൈവറ്റ് ക്ലബ്ബിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അത്രയ്ക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തു അവിടെ. ഞാനന്ന് വർക്ക് ചെയ്തിരുന്ന എൻ്റെ ബോസ് പുള്ളി ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു, ജഗ്ദാലെ എന്ന് പറയും. ഹീസ് പാസ്ഡ് അവേ റീസെൻ്റ്ലി. സോ
ഞങ്ങൾ ഏകദേശം ഒരു 29 വർഷം ഈ വർക്ക് ടുഗദർ എന്ന് പറഞ്ഞാൽ അന്ന് കർണാടക സ്വിമ്മിങ് ഒന്നുമല്ലായിരുന്ന കർണാടക സ്വിമ്മിങ് അടുത്ത 25 വർഷം ഞങ്ങൾ 92 കർണാടക ചാമ്പ്യൻസ് ആയതിനു ശേഷം ഇതുവരെ ആ ചാമ്പ്യൻഷിപ്പ് പോയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ആ ചാമ്പ്യൻഷിപ്പ് ജൂനിയറിലും സീനിയറിലും കണ്ടിന്യൂസ് ആയിട്ട് 26-27 വർഷമായി ഇപ്പം ചാമ്പ്യൻഷിപ്പ് വരാൻ തുടങ്ങിയിട്ട്. സോ അതായിരുന്നു ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. അപ്പോൾ NIS ഡിപ്ലോമ എന്ന് പറയും ഞങ്ങളുടെ ഈ കോച്ചിങ്ങിന്റെ ഡിപ്ലോമയുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി ആയിരുന്നു. അപ്പം കർണാടകയിലാണ് സാർ ഒഫീഷ്യലി ഒരു ഗ്രോത്ത് വരുന്നത് അല്ലെ, ഒരു കോച്ചിങ്ങിന്റെ ഗ്രോത്ത്. അപ്പം ആദ്യമായിട്ട് സാറിനെ അംഗീകരിച്ചതും ആ ഒരു സംസ്ഥാനം തന്നെയാണ്, അങ്ങനെ പറയാം അല്ലെ. അവാർഡ് കിട്ടിയിരുന്നു, സ്റ്റേറ്റ് അവാർഡ് ഫോർ ദി ബെസ്റ്റ് കോച്ച് അല്ലെ. ഓക്കെ, ആ ഒരു സമയം എങ്ങനെയുണ്ടായിരുന്നു ലൈഫിൽ? അല്ല, ദാറ്റ് വാസ് യു ആർ യങ് ആൻഡ് എനർജറ്റിക്. ലൈക്ക് ഐ പ്രോബ്ലി യൂസ് ടു വർക്ക് അബൌട്ട് an hours a day, so that is the way that coaching is that, and you don't have a time frame. It's a passion after that. Yes. So, and it's a teaching profession basically. So we need to, and I started alone. എന്ന് പറഞ്ഞാൽ 88 ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു 25ഓളം കോച്ചസ് വന്നു. അത്രയ്ക്ക് അത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 13 സ്വിമ്മേഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 600 കോമ്പറ്റേറ്റീവ് സ്വിമ്മേഴ്സ്, അത് കോമ്പറ്റീഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു 1000 സ്വിമ്മേഴ്സ് വീക്കെൻഡ്സിൽ നിന്നവരുണ്ട്, അത് കൊച്ചു കുട്ടികൾ. അതിൽ നിന്ന് ഒരു പക്ഷേ അവർ പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ അവർ 8 വയസ്സ് 9 വയസ്സാകുമ്പോൾ ഞങ്ങൾ അവരെ അബ്സോർവ് ചെയ്യും കോമ്പറ്റേറ്റീവ് സ്വിമ്മിങ്ങിലോട്ട്, പാരൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ ഡെയിലി വൈസ് ഈ സ്വിമ്മിംഗ് പൂളുകളില്ലാത്ത സ്കൂളുകളുണ്ട്, അവിടെ നിന്നൊരു 1000ഓളം കുട്ടികൾ വന്ന് ഡെയിലി നീന്തൽ പഠിക്കാനായിട്ട് വരും. ഇതാണ് ആ പ്രോസസ്സ്. അതുകൂടാതെ തന്നെ സമ്മറിൽ ഒരു ബിഗർ ക്യാമ്പ് ഉണ്ട്. ആ സമ്മർ ക്യാമ്പ്സിൽ ഒരു 3000 കുട്ടികൾ 2 മാസം കൊണ്ട് പഠിക്കും. അതാണ് ഞങ്ങൾ ടാലന്റ് ബേസ്. അവിടെ ഒരു ടാലന്റ് ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ട് അതിൽ നിന്നാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് സ്വിമ്മിങ്ങിലോട്ട്. ആ ഒരു സിസ്റ്റം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ദാറ്റ് വാസ് വെരി ചാലഞ്ചിങ്. ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ഒരു അന്യ സംസ്ഥാനത്ത് പോയാണ് പണി ചെയ്യുന്നത്. അപ്പൊ അവിടെ ആൾറെഡി എക്സിസ്റ്റിംഗ് കോച്ചസ് എല്ലാം ഉണ്ട്. ആ ചലഞ്ചസ് എല്ലാം ഇവിടെ ഫേസ്ഡ് ഇറ്റ് ഇൻ എ വേ, ബിക്കോസ് ബേസിക്കലി ഞാനൊരു വില്ലേജിൽ നിന്നായതുകൊണ്ട് നമ്മൾ ഈ ലൈഫ് ഫേസ് ചെയ്ത് വന്നതുകൊണ്ട് അതൊരു ചലഞ്ചായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ നീൽകണ്ഠറാവ് ജഗ്ദാൽ, പുള്ളിയുടെ സോളിഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഈ രണ്ട് ഇതും കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അന്ന് സക്സസ് എന്നുള്ളൊരു കാര്യം എന്താ ചെയ്താലും അതിലൊരു സക്സസ് വരണം. പിന്നെ സ്പോർട്സ് കോച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ you can continuously be successful for 27, 28, 29 years and you know how much hard work behind it. So അതിൻ്റെ കൂട്ടത്തിൽ അത് അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു കർണാടക സ്റ്റേറ്റിൽ? ഞാൻ 29 വർഷം ഉണ്ടായിരുന്നു ഒരേ സ്ഥലത്ത് ഒരു പൂളിൽ. സോ അതൊരു ഗവൺമെൻറ് പൂളായിരുന്നു. ഞങ്ങൾ 2 വർഷം ഞാൻ കഴിഞ്ഞപ്പോൾ 90 ആ പൂളിൽ ഞങ്ങൾ കോർപ്പറേഷൻ, ബാംഗ്ലൂർ കോർപ്പറേഷൻ്റെ ലീസ് എടുത്തു. സോ ആ ലീസ് 2021 വരെ ഒരു 30 years ലീസ് കിട്ടി. സോ അപ്പോൾ പിന്നെ നമ്മൾ ലീസ് കൊടുത്താൽ പൂൾ 100% അണ്ടർ അവർ കൺട്രോൾ. പക്ഷേ കോർപ്പറേഷൻ്റെ റൂൾസും നോംസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അതിൽ പബ്ലിക് ബാച്ചിന് ഒരു സ്ഥലം കൊടുക്കണം. നമ്മൾ പബ്ലിക് ബാച്ച് ഉണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ അഡ്ജസ്റ്റൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരുന്നു. വേറെ പൂള് 25 meter പൂൾ പണിതു, പിന്നെ കുട്ടികൾക്കുള്ള പൂൾ പണിതു. അപ്പോൾ അതൊരു സ്വിമ്മിങ് കോംപ്ലക്സ് ആയി അവിടെ. സോ ഓക്കെ, അങ്ങനെ 2016 ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നു. ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമാണ്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. ആ ഒരു അവാർഡ് കിട്ടിയപ്പോഴുള്ള സാറിന്റെ മനോവസ്ഥ എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ഈ അവാർഡ് കിട്ടുന്ന കാര്യം ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ അപ്ലൈ ചെയ്തത് മാർച്ചിലാണ്. ആ സമയത്ത് തന്നെ മാർച്ച് എൻഡിൽ ഞാൻ ആക്ച്വലി റിസൈൻ ചെയ്തു, ജോബ് റിസൈൻ ചെയ്തു അവിടെ. എനിക്ക് ജൂലൈ 15 എനിക്ക് റിലീവ് കിട്ടിയത്. ആ സമയത്ത് ദ്രോണാചാര്യ അവാർഡ് വന്നിട്ടില്ല. ജൂലൈ 15 റിലീവ് കിട്ടിയതിന് ശേഷം ഞാൻ ജൂലൈ 28 ഞങ്ങൾ ബാംഗ്ലൂരിൽ തന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ആ വർഷം. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ 28 ജൂലൈ 2016 2 സ്വിമ്മേഴ്സ് സെലക്ട് ആയിരുന്നു ഒളിമ്പിക്സിന്. അവരായിട്ട് ഒളിമ്പിക്സിന് പോകുന്നു. ഞാൻ ഒളിമ്പിക്സിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാനത് ഓഗസ്റ്റ് 18 തിരിച്ചു വരുന്നു. ഓഗസ്റ്റ് 19 ദ്രോണാചാര്യ അവാർഡ്. അപ്പോഴത്തേക്ക് ഞാൻ ആൾറെഡി ഞാൻ ഇവിടെ വരാനുള്ള ഒരു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് വാസ് പ്രോബ്ലി ആ ഒരു ഇയർ ആണ് സാറിന്റെ ലൈഫ് ചേഞ്ചിങ് എന്ന് തന്നെ പറയാം അല്ലേ?
കാരണം ഷിഫ്റ്റ് ചെയ്യുന്നു ദുബായിലോട്ടേക്ക്. ലൈഫ് ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഒരു മാറ്റം. അതെ. അപ്പം എങ്ങനെയാണ് അക്വ നേഷൻ സ്പോർട്സ് അക്കാദമിയുടെ ഭാഗമാവുന്നത്? ഞാനിവിടെ വരുന്നത് വേറൊരു ക്ലബിന്റെ ഇൻവൈറ്റ് കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ തുടങ്ങി. ആ സമയത്ത് ഒരു 15ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ക്ലബ്ബ് ഗ്രാജുവലി ഇറ്റ് വാസ് കമ്മിങ് ടു സം ലെവൽ. ബട്ട് somehow either with the marketing failure or ഞാൻ basically I was very new to Dubai. I didn't know the market. So ഒന്നുകിൽ മാർക്കറ്റിംഗ് ഫെയിലിയർ, അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക ഫൈനാൻസ് നമ്മൾ കറക്റ്റായിട്ട് അത് ഡീൽ ചെയ്തില്ല. സോ അതിങ്ങനെ ഒരു സക്സസ് ആവാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ അത് ഏകദേശം നിർത്തേണ്ടി വന്നു. അപ്പോഴും അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് പാരൻസ് പറഞ്ഞ പോയാൽ ശരിയാവില്ല, നമുക്ക് ഈ കുട്ടികൾ ഒരു ലെവലിൽ വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് മിസ്റ്റർ ജോർജ് ആൻഡ് വിജി ജോർജ് ദേ സെഡ് സാർ വി വിൽ ഫൈനാൻസ് ഇറ്റ്. So we will continue to do that. So Acquanation, the idea of Acquanation came from that. So Acquanation started 2019 April 1st ഞങ്ങൾ തുടങ്ങുന്നത്. അതും അപ്പോൾ ഞങ്ങൾക്കൊരു 20 കുട്ടികളുണ്ടായിരുന്നു. Again with their effort, there are people who are working behind it. On the management side, I think they will talk about it. And so ഒരു 120ഓളം പേര് വന്നു. ആ സമയത്താണ് കോവിഡിന്റെ ദെൻ ഒരു 3 മാസം ഞങ്ങൾക്ക് 3-4 മാസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. സോ അതൊരു കോമ്പറ്റീറ്റീവ് സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർ കണ്ടിന്യൂ ചെയ്ത് ഡ്യൂറിങ് ദ ടൈമിൽ ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ന്യൂ എൻട്രൻസ് ആണ് അവരെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇതില്ല. വീണ്ടും ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേ ഒരു 25 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അഗെയിൻ വി ആർ ബിൽഡിംഗ് അപ്പ്. നൗ വി ആർ ആൾമോസ്റ്റ് ടച്ചിങ് അഗെയിൻ another 120. So process is like that because competitive swimming involved ആയി കഴിഞ്ഞാൽ പിന്നെ അവർ they don't quit. സർ 2016 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിരുന്ന സമയത്ത് സാറിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സാജൻ പ്രകാശിലൂടെ നമുക്ക് ഇന്ത്യയിലേക്ക് ഒരു സ്വർണ്ണ മെഡൽ. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇനി എത്ര ദൂരം? See, even if you specifically talk about Sajan Prakash, what happened is 2015 സജൻ ഒരു ഫീന സ്കോളർഷിപ്പ് കിട്ടി. ഫീന എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ഓർഗനൈസേഷൻ. സോ ആ സ്കോളർഷിപ്പ് കിട്ടിയ സജൻ ട്രെയിൻ ചെയ്യാനായിട്ട് തായ്ലൻഡിലോട്ട് പോയി. സോ ആഫ്റ്റർ ദാറ്റ് I didn't have much control on his because he comes to me only, the coach will send to me only 2 months before the competition just to fine tune him. He used to send me. So I lost the whole control of that. But then there are so many people keep coming into that. Now we have extremely good talent like Srihari Nataraj. This other boy who is here at Kushagra Rawat. Then the next generation of people who are coming up, like we have our own Dubai boy who is doing extremely well, Tanish George Matthew, and he is now selected to the Government of India's new scheme, that is a top scheme, that is Target Olympic Podium. That's a new scheme which Government of India started. In that he is one of them who got selected. That itself is an honor to be in that group. So we have like 10-15 swimmers coming into that, and all these people are probably tomorrow they may be better than the present crop of swimmers like Sajan or Srihari or Virdhal Kade or Kushagra Rao. There are other kids coming up. So the medals are the byproduct of the number of people that you train. You can't look at one person and say that he become medalist. You train hundreds, something like that. So the challenge on everyday training program, with each of them looking at each other as, no, if I swim slow, this fellow will be in front. If I don't swim faster, then I won't be having the space. Those kind of training situations have to come. So I could see the last 4 days, like otherwise Tanish used to be here, like he had nobody coming closer to him. But now there are 3 swimmers swimming with him. So he knows where he stands. So, yes, there is a challenge. Every day there is a challenge. Practice is also like competition. Those kind of challenges, that is where the numbers that we are talking about, that is where I was talking to you at the initial stage. നമ്മൾ പറഞ്ഞു ഒരു ബേസ് ഒരു 5 ലക്ഷം കുട്ടികൾ നീന്തുന്നിടത്ത് I'm sure at least about 5,000 people will come to the state level. 5,000 കുട്ടികൾ സ്റ്റേറ്റ് ലെവലിൽ വരാൻ കഴിഞ്ഞാൽ ഒരു 500 കുട്ടികൾ നാഷണലിലോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല ഒരു കോച്ചിന്. So the numbers have to be big. So only government can help out in that. Private people can only chip in their own contribution, but government can do a lot of things. Okay. So let's talk about your family. Yeah. Okay.
സർ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ ഉണ്ടാവുന്നത് ജനനം മുതൽ ഒപ്പമുള്ളതും താങ്ങായും തണലായും മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ അവരുടെ മാതാപിതാക്കളാണ്. സാറിന്റെ ജീവിതത്തിൽ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എന്റെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് പുള്ളി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഭയങ്കര ഡിസിപ്ലിനാണ്. സോ ലൈഫില് എന്ത് പറഞ്ഞാലും ടൈമാണ്. 12:30 ആരും കഴിക്കുന്നത് 12 മണിക്ക് ആരും കഴിച്ചിരിക്കണം. അതിന് 9:30 ഉറങ്ങുമെന്ന് പറഞ്ഞാൽ 9:30 ഉറങ്ങും. അതില് ഹീസ് 89 now. Even now he follows it. Half an hour late food is impossible. That's the way that he's been working on, and that is why he's healthy and healthy, he's fine. Mother passed away, but when my brother, our life എന്ന് പറഞ്ഞാൽ വില്ലേജ് ലൈഫ് അറിയാലോ. ഞാൻ ലോക്കൽ സ്കൂളിൽ പഠിച്ച്, പിന്നെ ഈ ലോക്കൽ കോളേജ് ഞാൻ ഡിഗ്രിക്ക് പോകുമ്പോഴാണ് എനിക്കൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ദാറ്റ് പാല എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു റിച്ചസ്റ്റ് പ്ലേസ് ആണ് കേരളത്തിലെ, കോട്ടയത്ത് പാല എന്ന് പറഞ്ഞാൽ. ആ കോളേജിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കണ്ടിട്ടുമില്ല എന്നുള്ളൊരു ഇത്. നമ്മൾ ലോക്കലായിട്ട് ഇങ്ങനെ നീന്തലിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നു എന്നുള്ള, അല്ലാതെ നീന്തലിനെ പറ്റി അല്ല മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ആൻഡ് ഫ്രം ദാറ്റ് ടൈം ആൾസോ വീട്, സ്വിമ്മിങ് പൂള്, നീന്തൽ കോമ്പറ്റീഷൻ. ഞാൻ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഒരു 50ഓളം ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. അവിടെ അങ്ങനെയാണ്, സ്വിമ്മിംഗ് പൂളിൽ പോകും, മത്സരം കഴിയും, നമ്മളെ റൂമിൽ വരും. പോയി കാണുന്ന പരിപാടി, അവിടെ പോകുന്ന ഇവിടെ പോകുന്ന ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ഇറ്റ് ഡസന്റ് മേക്ക് എനി. വൈഫ് കർണാടക സ്വദേശിയാണ്. പേരെന്താണ് വൈഫിന്റെ? വൈഫിന്റെ പേര് ഗൗരി. കർണാടകത്തിൽ ജനിച്ചെന്നേ ഉള്ളൂ, മലയാളിയാണ്. ഓക്കെ. പാലക്കാട് വർക്ക് ചെയ്യുന്നുണ്ട്, ബാങ്കിലാണ്. ബാങ്കിലായിരുന്നു, ബാങ്ക് മാനേജറായി. VRS എടുത്ത് ഇപ്പം 1 വർഷമായി. ഓക്കെ. രണ്ടുപേർക്കും ഒരു മകൻ. പേര് പ്രസിദ്ധ. ഇപ്പം ഓസ്ട്രേലിയയിലാണ്. അവന്റെ മാസ്റ്റേഴ്സ് അവിടെ കഴിഞ്ഞിട്ട് ഹീസ് വർക്കിംഗ് ദെയർ ഇൻ ഓസ്ട്രേലിയ, സിഡ്നി. സിമ്മർ ആയിരുന്നു. ഇന്റർനാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് വന്നു. ഹി ഫിനിഷ്ഡ് ഹിസ് എഞ്ചിനീയറിംഗ് ഇൻ ബാംഗ്ലൂർ. അത് കഴിഞ്ഞ് ഈ മാസ്റ്റേഴ്സ് അഡ്മിഷൻ കിട്ടി. സോ ഹി സ്റ്റഡിയിങ് ദെയർ ആൻഡ് ഫോർച്ചുനേറ്റ്ലി he got a job there. So he is working in Sydney. സർ, ഇനി മുന്നോട്ടേക്കുള്ള ലക്ഷ്യങ്ങൾ എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് നയിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങളാണ്. സോ വാട്ട് യു ആർ പ്ലാനിങ്? See, I thought as long as my health permits me to work on, I'll just go on like this. And the moment I feel the pressure on, then I feel that I can't take anymore. Then, we are developing the second level of coaches to come in and chip into the work. So youngsters should come in, take over the jobs, and we can support them with whatever experience that we have learned. So that input we can give to them. And next immediate time is 2021 Tokyo. Tokyo Olympics. So how many other people can get into that? Yes. And then from there we got to rethink and what to do thereafter. So otherwise there is no big dream about it. I think I am so happy that I could get much more than that. I don't know where I deserve or I could ask for. So that way I am so happy that I have a good family, I have good support from people here. Good people are running the show. So happy with that. And hopefully academy, still now that academy has not been break even with income part of it. So people are spending money, the management is putting a lot of effort and money into that. I think once this institution stand by itself, that is the aim. Then after that, probably that we can take a back seat and bring in the new blood to work on. The coaching is like running around up and down in the pool. And right now, like I am 57, so I may take maybe another year or so it will work. After that, somebody has to keep doing those jobs, and we can give our experience and whatever that we learn to this new generation. So it will continue, the legacy continues, but then the new generation will come with new ideas and new stuffs, go on like that. So that is what I think. Yeah, I mean, no big desires or whatever it is. If somebody can get into the podium in Asian Games or Olympics, I think naturally every coach dream for it. And we also have that in the bottom of the heart. That is what we feel, that someone get into that, and nothing like that.
സാർ വളരെയധികം നന്ദിയുണ്ട്. സാറിൻ്റെ തിരക്കേറിയ ജീവിതം, അക്കാദമിക് കാര്യങ്ങൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ടാവും. അതിനിടയിൽ അല്പസമയം ഞങ്ങളോടൊപ്പം സഫലമി യാത്രയോടൊപ്പം ചിലവഴിച്ചതിന് വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ മുന്നോട്ടേക്കുള്ള ലക്ഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു. അതിനൊക്കെ വളരെ സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അക്വനേഷൻ സ്പോർട്സ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറായ വിജി സൂസൻ മാത്യു മാമാണ് നമ്മോടൊപ്പം ഉള്ളത്. മാമിൻ്റെ സഫലമി യാത്രയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം മാം. നമസ്തേ. മാം കർണാടക സ്വദേശിയാണ്. കർണാടകയിൽ എവിടെയാണ് സ്ഥലം? Yeah, I can understand Malayalam. I can speak in English. Yeah, sure, ma'am. I'm basically born and brought up in a place called Hubli. It is in North Karnataka. And after my education, for work, I moved to Bangalore in 1996. So since 1996, I was there in Bangalore. And we came to Dubai in 2014. It's almost 6 years now we have been here in Dubai. Okay. മാമിൻ്റെ ഒരു പ്രൊഫഷൻ എന്തായിരുന്നു? I was working with an IT organization as I was coaching specifically for all the children training on computers, Okay. you know, You are IT industry. IT professional. IT profession, yes. Okay. എങ്ങനെയാണ് അൻസ ജനിക്കുന്നത്? Actually, it's a nice journey where my children, they are sportsmen. Both my daughter and my son, they are international swimmers. Now my daughter is studying in Canadian University. She is doing her specialization in sports management. And the journey as such is as they are in what do you call competitive swimming. And once you reach a level, so you have to be with the coach to get into the next level. And we know Pradeep sir for a long time now. Initially in 2013-14, my son had gone for a short duration training to Bangalore, where Pradeep sir was earlier. And from then we know sir, Pradeep sir. And when sir moved to Dubai, it was obvious that we wanted to train our children under Pradeep sir. And that is how the relationship built up. And our value system, our belief and our goal is always that we want to do something in sports. And sports as a life. For a child, it is not only studies, it is overall development of a child, which we believe that one is physical development, mental development, spiritual development. So that all three together becomes a holistic approach for a child. So that is the importance that we give it to our kids. And we are very happy that they are growing in the similar way. And a situation came wherein, so we wanted to continue being in Dubai and also train under Pradeep sir. Yes. And there was a situation where sir wanted to go back, and a couple of passionate parents also wanted sir to stay back here. And that is when the thought came that why not we start our own academy. And there are so many children who want to get benefit out of the coach Pradeep Kumar sir. And let's invest and make sure that along with our children, a lot of other kids can benefit. So that is when the thought came that we will start. It was always there as a passion for sport, and to motivate a lot of other surroundings along with us. So that is when the thought came to start Aquanation Sports Academy. Okay. അങ്ങനെ 2019 അല്ലേ? 2019 April 1st is where we started. Okay. Yes. എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? So we started with it works like in Dubai you have a place where you would like to train, and an academy. So academy brings their value system, the training, everything, but they need an infrastructure. So we have a long-term alliance with international school in Al Jadaf, so where we use their facility to train our children. So that is how our journey started. So this is an international school. It's called Swiss International School. There is a 50-meter Olympic size pool, a proper standard Olympic size pool. Then we have a gym facility, and there is an indoor running track, as well as there is a synthetic track which is 400 meters. So all our children
perform all those activities in one single area. They don't need to go to gym in a different place and for dryland workout separately. So everything comes under one roof. So which gives that with that kind of international infrastructure for children to perform and give their best. So they can be trained at that infrastructure and with an excellent scientific training, with the team that we have under the guidance of Pradeep sir. So that gives the motivation for a lot more children to perform better. So that is where currently we are training, and we also have another location where അതെവിടെയാണ്? it's in Alkeses. It's a club called Dubai Club for People for Determination. So we use the facility for training our children. മാം, അക്കാദമിയുടെ ഹെഡ് കോച്ച് ആണ് പ്രദീപ് കുമാർ സർ. വേറെ എത്ര കോച്ചുകളുണ്ട്? We have a strong team of around 8 to 9 coaches, and most of them have come with a strong background of they have all done NIS from National Institute of Sports in India, and they're very well aware of the scientific way of training and the methodology and things like that. And of course Pradeep sir is there to guide them. So all the programs are being driven by Pradeep sir and they implement it. So we need a strong team without which you cannot survive. So we are proud that we have a very strong team who implement, who execute all the programs. Okay. ഈ ഒരു സ്വിമ്മിംഗ് അക്കാദമി ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്. ഒരുപാട് പേര് പുതുതായിട്ട് അക്കാദമികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് മറ്റുള്ള അക്കാദമികളിൽ നിന്നും അൻസയെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? See, the world is open. Ultimately it comes to your quality of training, the respect for the parents and the child, and the learnings or the value systems that the child will learn at the end. So that is what builds an academy to be more stronger. So we believe in our quality of training, we believe in our value systems, we believe in what how to cater to the requirements of the children as a life saving skill or as a competitive swimming. So that definitely keeps us inching ahead compared to anybody else. So within such a short period of time people respect ANSA when it comes to Dubai or even back in India, right? So that is the reason why even Government of India and Swimming SAI has identified ANSA as a place where Indian swimmers can come and train. That itself gives that confidence in the training ability, in administration. It's managing the whole thing when they come over here. So that is how we would look forward to as one of the best organization who caters or gives the best quality training. മാം, വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് തിരക്കേറിയ ജീവിതത്തിൽ അല്പനേരം സഫലമി യാത്രയോടൊപ്പം ചിലവഴിച്ചതിന്. താങ്ക് യു മാം. Thank you so much. Yeah.